എല്ലാവർക്കും നമസ്കാരം. ഗംഗാ സമതലത്തിലേക്ക് എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മഹാജനപദങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈദേശിക ബന്ധങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതായത് ഒരുപാട് സന്ദർഭങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വരച്ചിട്ടുള്ള അല്ലെങ്കിൽ കുത്തിവെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഗധയിലെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു ബുദ്ധനെ കാണാൻ വേണ്ടി വരുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ബുദ്ധനെ സന്ദർശിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമാണ് ഈ ഒരു ചിത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യമായി പറയുന്നത് രാജകീയ ഘോഷയാത്ര. അതായത് ബുദ്ധനെ കാണാൻ വരുമ്പോൾ അജാതശത്രു ബുദ്ധനെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ ആ ഒരു രാജകീയ ഘോഷയാത്ര ഒന്നാമത്തേത്. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ചിത്രത്തിൻ്റെ ഈ ഒരു താഴെ ഇടത് ഭാഗത്തായിട്ടാണ് രാജാവിൻ്റെ ഘോഷയാത്ര ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതായി രാജാവ് 2 വൃക്ഷങ്ങളുടെ മുന്നിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്നു. എന്താണ്? രാജാവ് 2 വൃക്ഷങ്ങളുടെ മുന്നിൽ വലതുകൈ ഉയർത്തി നിൽക്കുന്നു. അത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതായത് വലത് ഭാഗത്ത് താഴെയായിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത്. മൂന്നാമത്തേത് രാജാവും രാജ്ഞിമാരും കൈകൂപ്പി വണങ്ങി നിൽക്കുന്നു. അത് മുകളിൽ ഇടതുഭാഗത്താണ് രാജാവും രാജ്ഞിമാരും കൈകൂപ്പി നിൽക്കുന്ന ചിത്രം. ഏറ്റവും അവസാനമായിട്ട് ബുദ്ധൻ്റെ കാൽപ്പാടുകൾ കൊത്തിവെച്ച സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടുകുത്തി വണങ്ങുന്നു. ഇതാണ് ഏറ്റവും അവസാനത്തെ. അതിഥ ഇവിടെ മുകളിൽ വലതുഭാഗത്തായിട്ടാണ് ബുദ്ധൻ്റെ കാൽപാദങ്ങൾ കൊത്തിയെടുത്തിട്ടുള്ള സിംഹാസനത്തിന് മുന്നിൽ രാജാവ് മുട്ടുമടക്കി വണങ്ങുന്ന ചിത്രം. ഇങ്ങനെ ആ ഒരു സന്ദർഭം ഒരൊറ്റ ചിത്രത്തിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്നതാണ് ഈ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിൽ 16 മഹാജനപദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലത്തെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു മഗധ. ഈ മഗധ മഹാജനപദത്തിലത്തെ ഭരണാധികാരിയായിരുന്നു ആര്? അജാതശത്രു. അപ്പോൾ എന്താണ് മഹാജനപദം? എങ്ങനെയാണ് മഹാജനപദത്തിൻ്റെ ഉത്ഭവം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് പഠിക്കാനായി പോകുന്നത്. എങ്ങനെയാണ് മഹാജനപദങ്ങളുടെ വളർച്ച? കൃഷിയുടെ വികാസത്തോടെ ജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങി. ജനങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ജനപദങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കിയ ഗോത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. ജനപദങ്ങളിൽ പലതും കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി. അപ്പോൾ എങ്ങനെയായിരുന്നു മഹാജനപദങ്ങളുടെ വളർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ആദിമ മനുഷ്യരെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൃഷിയൊക്കെ ആരംഭിച്ച ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കൂടുതലായി കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആളുകൾ എന്താണ് സ്ഥിരവാസം തുടങ്ങി. അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാനായി തുടങ്ങി. അങ്ങനെ കൃഷി വളർന്നതോടുകൂടി ജനങ്ങൾ എന്താണ് ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസം തുടങ്ങി. അങ്ങനെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ജനങ്ങൾ സ്ഥിരതാമസമായിട്ടുള്ള ആ ഒരു സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? ജനപദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ അവരുടെ പാദമൂന്നിയ അല്ലെങ്കിൽ അവരുടെ കാലുകുത്തിയ ആ സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? ജനപദം എന്ന് പറയുന്നത്. ഓരോ ജനപദങ്ങളും അവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഗോത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടത്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ജനപദങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്ത് വരുന്നത്? മഹാജനപദങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ കൃഷിയുടെ വികാസം, കൃഷി വളർന്നതോടുകൂടി ആളുകൾ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥിരതാമസമാക്കാനായിട്ട് തുടങ്ങി. ജനങ്ങൾ അവർ താമസിച്ചു തുടങ്ങി അല്ലെങ്കിൽ അവർ ആദ്യമായിട്ട് കാലുകുത്തിയ സ്ഥലത്തിനെയാണ് ജനപദം എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തും താമസിക്കുന്ന ആ ഒരു പ്രത്യേക തരം ഗോത്രത്തിൻ്റെ പേരിലായിരുന്നു അവിടുത്തെ ജനപദം അറിയപ്പെട്ടിരുന്നത്. ഒന്നിൽ കൂടുതൽ ജനപദങ്ങൾ ചേർന്നുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? മഹാജനപദങ്ങൾ ഉത്ഭവിക്കുന്നത്. 16 മഹാജനപദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നു. ചില മഹാജനപദങ്ങളിൽ രാജവാഴ്ചയും മറ്റു ചിലതിൽ ഗണസംഘഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. ഹിമാലയ പർവ്വതത്തോട് അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഗണസംഘഭരണം നിലനിന്നു.
ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിൽ കൂടുതലും രാജവാഴ്ച നിലനിന്നു. അപ്പം എന്തായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രധാനമായിട്ടും 16 മഹാജനപദങ്ങളാണ് ഉള്ളതെന്ന്. അതിലത്തെ ഒന്നായിരുന്നു മഗധ എന്നും ആ മഗധയുടെ ഭരണാധികാരിയായിരുന്ന അജാതശത്രു ബുദ്ധനെ സന്ദർശിക്കാൻ വന്നതിൻ്റെ ചിത്രമായിരുന്നു നമ്മൾ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 16 മഹാജനപദങ്ങളാണ് നിലനിന്നിരുന്നത്. ഇതിൽ തന്നെ ചില മഹാജനപദങ്ങളിൽ രാജവാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്, മറ്റ് ചിലതിൽ ഗണസംഘഭരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. രാജവാഴ്ച എന്താണ് അല്ലെങ്കിൽ രാജഭരണം എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഗണസംഘഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ജനപദങ്ങളും ഗോത്രങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഗോത്രത്തിൻ്റെ പേരിലാണ് ആ ജനപദം അറിയപ്പെട്ടിരുന്നതെന്ന്. അപ്പം അങ്ങനെ ഏതെങ്കിലും ഗോത്രങ്ങളുടെയോ അല്ലെങ്കിൽ ഗോത്ര തലവന്മാരുടെയൊക്കെ സംഘത്തിനെയാണ് എന്ത് പറയുന്നത്, ഗണസംഘം എന്ന് പറയുന്നത്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ മഹാജനപദങ്ങളിലെ രാജഭരണവും ചില പ്രദേശങ്ങളിൽ എന്തായിരുന്നു, ഗണസംഘ ഭരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഗണസംഘഭരണം ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു, ഹിമാലയ പർവ്വതത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങൾ. ഹിമാലയ പർവ്വതത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു ഗണസംഘഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഗംഗാ സമതല പ്രദേശങ്ങളിലായിരുന്നു കൂടുതലും രാജഭരണം അഥവാ രാജവാഴ്ച നിലനിന്നിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മഹാജനപദങ്ങളിൽ പഠിക്കുന്നത്. അതായത് കൃഷിയുടെ വികാസത്തോടു കൂടിയാണ് ശരിക്കും ജനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരതാമസം തുടങ്ങിയത്. അങ്ങനെ ജനപദങ്ങൾ രൂപപ്പെട്ടു. ഒന്നിൽ കൂടുതൽ ജനപദങ്ങൾ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജനപദങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടായി, മഹാജനപദം ഉണ്ടായി. ഇനി ചില മഹാജനപദങ്ങളിൽ എന്തായിരുന്നു, രാജവാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ചിലതിലാവട്ടെ ഗണസംഘ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഗണസംഘ ഭരണം ഉണ്ടായിരുന്നത് ഹിമാലയ പർവ്വതത്തിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു. രാജവാഴ്ച ഉണ്ടായിരുന്നത് ഗംഗാ സമതല പ്രദേശങ്ങളിലത്തെ പദങ്ങളിൽ ആയിരുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കുറച്ച് മഹാജനപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭൂപടത്തിൽ കുറേ മഹാജനപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഹാജനപദങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് ഓരോന്നിൻ്റെയും തലസ്ഥാനം, ഓരോ മഹാജനപദത്തിൻ്റെയും തലസ്ഥാനം എവിടെയാണ്, അത് എവിടെയാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്, ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മഹാജനപദങ്ങൾ ഏതൊക്കെയാണ്, അംഗ, മഗധ, വജ്ജി, മല്ല, കാശി, കോസലം, വത്സ, കുരു, പാഞ്ചാല, മത്സ്യ, സുരസേന, കംബോജ, ഗാന്ധാര, അവന്തി. അപ്പോൾ ഇതിൽ നമ്മൾ മഗധയെക്കുറിച്ച് ഏറ്റവും ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. മഗധയുടെ തലസ്ഥാനം വരുന്നത് രാജഗൃഹമാണ്. അതായത് ഇതിൻ്റെ പ്രധാന സ്ഥാനം വരുന്നത് എവിടെയാണ്, തെക്കൻ ബീഹാറിലെ ഗയ, പട്ന മേഖല. തെക്കൻ ബീഹാറിലായിട്ടാണ് ഈ ഒരു മഗധ മഹാജനപദത്തിൻ്റെ സ്ഥാനം വരുന്നത്. അതിൻ്റെ തലസ്ഥാനം എവിടെയാണ്, രാജഗൃഹത്തിൽ ആണ്. അതുപോലെ കാശിയുടെ ആണെങ്കിൽ തലസ്ഥാനം വാരണസിയാണ്, അതിൻ്റെ സ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ വരുന്ന ഒന്നാണ് അവന്തി. അവന്തിയുടെ തലസ്ഥാനം ഉജ്ജയിനിയാണ്, അതിൻ്റെ സ്ഥാനം മധ്യപ്രദേശാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഓരോ സ്ഥാനവും കണ്ടുപിടിക്കണം. ഓരോ മഹാജനപദത്തിൻ്റെയും തലസ്ഥാനം എവിടെയാണ്, സ്ഥാനം എന്താണ്, ഇതൊക്കെ നമുക്ക് അവിടെ ഈ ഒരു ഭൂപടത്തിൽ നിന്ന് മനസ്സിലാക്കാനായി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തൊട്ടേ നമ്മൾ ഒരുപാട് 16 മഹാജനപദങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് എടുത്തെടുത്ത് പറഞ്ഞത് ഏതിനെയായിരുന്നു, മഗധ എന്ന് പറയുന്ന മഹാജനപദത്തെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ മഗധ ഇത്രയ്ക്കധികം ഒരു ശക്തി ആർജിച്ചിട്ടുള്ള മഹാജനപദമായി മാറിയത്, അല്ലെങ്കിൽ മഗധ ശക്തി ആർജിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായി പോകുന്നത്. ഇരുമ്പയിരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. ഗംഗാ സമതലത്തിലെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. കാർഷിക വാണിജ്യ പുരോഗതി, നദീജല ഗതാഗതം, ശക്തമായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും. അപ്പോൾ എന്താണ് ഈ ഒരു മഗധ
ശക്തി ആർജിക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ മഗധ ഇത്രയും വലിയൊരു മഹാജനപദ ശക്തിയായി മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് ഇരുമ്പയിരിൻ്റെ നിക്ഷേപം. അതായത് മഗധ മഹാജനപദ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇരുമ്പയിരിൻ്റെ നിക്ഷേപം നടന്നിരുന്നു. അങ്ങനെ ഇരുമ്പയിരിൻ്റെ നിക്ഷേപം അവിടെ കൂടിയപ്പോൾ എന്താണ്, അതുപയോഗിച്ച് കൂടുതൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ അത് ഒരു വലിയ ശക്തിയാവാനായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു ഇരുമ്പയിരിൻ്റെ നിക്ഷേപം മാറി. രണ്ടാമത്തേത് ഗംഗയും പോഷക നദികളും. അതായത് മഗധ സ്ഥിതി ചെയ്യുന്നത് ഗംഗാ സമതലത്തിലാണ്. അപ്പോൾ അവിടെ ഗംഗയും പോഷക നദികളുമുണ്ട്. ആ ഗംഗയുടെയും പോഷക നദികളുടെയും ഒരു സാന്നിധ്യം എന്താണ്, മഗധയെ വളരെയധികം ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഭൂമിയാക്കി മാറ്റി. മൂന്നാമത്തേത് ഗംഗാ സമതലത്തിലെ നിബിഡ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള വഞ്ചികൾ പണിതു. അതായത് നദീജല ഗതാഗതം പൂർത്തിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നദീജല ഗതാഗതം സാധ്യമാക്കുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്തു, ഗംഗാ സമതലത്തിലെ വനങ്ങളിലത്തെ മരങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു, വാണിജ്യ ആവശ്യത്തിനായിട്ടുള്ള വഞ്ചികളൊക്കെ നിർമ്മിച്ചു. അങ്ങനെ അവരവരുടെ നദീ ഗതാഗതം സാധ്യമാക്കാനായിട്ട് തുടങ്ങി. അടുത്തത് യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. എന്താണ്, യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും വന്നിട്ടുള്ള പുരോഗതി, ശക്തമായിട്ടുള്ള ഭരണാധികാരികൾ, അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സൈന്യം, ഇതൊക്കെയായിരുന്നു മഗധയെ ഒരു വൻ ശക്തിയാക്കി മാറ്റാനുണ്ടായ കാരണങ്ങൾ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് മഗധയിലത്തെ ചില ഭരണാധികാരികൾ അവർ ഏത് രാജവംശത്തിൽ പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ ബുദ്ധനെ കാണാനായിട്ട് പോയിട്ടുള്ള രാജാവായിരുന്നു ആര്, അജാതശത്രു. അതായത് ബിംബിസാരൻ, അജാതശത്രു, ഇവർ രണ്ടുപേരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഏത് രാജവംശമായിരുന്നു, ഹര്യങ്ക രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു ബിംബിസാരൻ അതുപോലെ അജാതശത്രു. ഇനി അടുത്തതായിട്ട് ശിശുനാഗ രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് ഭരണാധികാരികളായിരുന്നു ശിശുനാഗൻ, കാലശോകൻ. ഏറ്റവും അവസാനമായിട്ട് നന്ദരാജവംശം. നന്ദരാജവംശത്തിലെ ഭരണാധികാരിയായിരുന്നു ആര്, മഹാപത്മ നന്ദൻ. അപ്പം ഇത്രയുമാണ് മഗധയിലെ ഭരണാധികാരികളും അവിടുത്തെ രാജവംശവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ചിരുന്നത് മഹാജനപദങ്ങൾ എങ്ങനെ വളർന്നു വന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അവിടുത്തെ വൻ ശക്തിയായിട്ടുള്ള മഗധ അങ്ങനെ ശക്തി ആർജിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മഗധയിലെ പ്രധാന ഭരണാധികാരികളും അവരുടെ രാജവംശവും ഏതൊക്കെയാണെന്നുള്ളതായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈദേശിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മളുടെ വൈദേശിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായി പോകുന്നത്. അതിലേറ്റവും ആദ്യമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. കാടിൻ്റെ സൗന്ദര്യം മുഴുവൻ തൻ്റെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമാകാരനായ മൃഗം, അതിനെ മെരുക്കി പുറത്തു കയറി സവാരി ചെയ്യുന്നവർ, മരത്തിൽ നിന്നും കമ്പിളി വസ്ത്രം നെയ്തെടുക്കുന്നവരുടെ നാട്, തേനിനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, അടിമകളില്ലാതെ വലിയ ശാരീരിക അധ്വാനമില്ലാതെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകർ, അങ്ങനെ എന്തെല്ലാം. അപ്പോൾ എന്താണ്, കാടിൻ്റെ സൗന്ദര്യം മുഴുവൻ തൻ്റെ മസ്തകത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഭീമാകാരനായ മൃഗം ആരാ, ആന. ആ ആനയെ എന്താണ്, മെരുക്കി പുറത്തു കയറി സവാരി നടത്തുന്നവർ, അതുപോലെ കമ്പിളി വസ്ത്രം മരത്തിൽ നിന്ന് നെയ്തെടുക്കുന്നവർ, തേനിനേക്കാൾ മധുരമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ ഒരടിമകളുടെയും സഹായമില്ലാതെയും വലിയ അധ്വാനമൊന്നുമില്ലാതെയും മണ്ണിൽ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ. ഇതൊക്കെയായിരുന്നു അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇവിടെ കണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആകർഷിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ. ഇനി ആരാണ് അലക്സാണ്ടർ? ഗ്രീസിൽ ഉൾപ്പെട്ട മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. പേർഷ്യൻ ഭരണാധികാരിയെ പരാജയപ്പെടുത്തി ഗ്രീക്ക് സാമ്രാജ്യം വിപുലപ്പെടുത്തിയ അദ്ദേഹം പുരാണ ഗ്രീസിലെ പ്രസിദ്ധ തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിരുന്നു. ഭൂമിശാസ്ത്രത്തിലും ചരിത്രത്തിലും തൽപരനായിരുന്ന അലക്സാണ്ടർ താൻ ആക്രമിച്ച പ്രദേശങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും രേഖപ്പെടുത്തി.
അപ്പോൾ അലക്സാണ്ടർ ആരായിരുന്നു? ഗ്രീസിൽ ഉൾപ്പെട്ടിട്ടുള്ള മാസിഡോണിയയുടെ ഭരണാധികാരിയായിരുന്നു. മാത്രമല്ല തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനുമായിരുന്നു അലക്സാണ്ടർ. അദ്ദേഹം പ്രധാനമായിട്ടും ഭൂമിശാസ്ത്രത്തിലും അതുപോലെ ചരിത്രത്തിലുമൊക്കെയായിരുന്നു വളരെയധികം താല്പര്യം കാണിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയെ സന്ദർശിച്ച സമയത്ത് ഇവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ച് രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഇത്ര നേരം വായിച്ചത്. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നു, ഇന്ത്യയെ ആക്രമിച്ചു. അപ്പോൾ എന്തിനായിരിക്കും അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? അതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. രണ്ടാമത്തേത്, ഗ്രീക്ക് സംസ്കാരം വ്യാപിക്കുക. മൂന്നാമത്തേത്, ഇന്ത്യയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള അറിവ്. ഏറ്റവും അവസാനമായി, വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യം. അപ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇന്ത്യ ആക്രമിക്കാനായിട്ട് അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഒന്നാമത്തേത്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലത്തെ എല്ലാ പ്രദേശങ്ങളും കീഴടക്കണമെന്നുള്ളൊരാഗ്രഹം. രണ്ടാമത്തേത്, അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് സംസ്കാരം ഇവിടെ വ്യാപിപ്പിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത്, അതായത് നമ്മളുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഇന്ത്യയിലുണ്ട് അല്ലേ, നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സമ്പത്ത് ഒരുപാട് നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ട്, പ്രകൃതിദത്തമായിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടർ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെ ഭരണാധികാരികൾക്കിടയിലുള്ള അനൈക്യം. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. മഗധ എന്നുള്ള ശക്തിയെക്കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു, മഹാജനപദങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിച്ചു. അതുപോലെ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ വൈദേശിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. അതിലേറ്റവും ആദ്യമായിട്ട് അലക്സാണ്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അലക്സാണ്ടർ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ആക്രമിച്ചത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്, പേർഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ. അതായത് ഇന്ത്യയെ പേർഷ്യക്കാരെ ആക്രമിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മാസിഡോണിയ നമ്മളെ ആക്രമിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കാനായി പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് പേർഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ. പേർഷ്യക്കാർ ഇന്ത്യ ആക്രമിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? ഒന്നാമത്തേത്, പേർഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യം വർദ്ധിച്ചു. ഖരോഷ്ടി എന്ന പുതിയ ലിപി നിലവിൽ വന്നു. ഇന്ത്യൻ ശില്പകലയെ സ്വാധീനിച്ചു. പേർഷ്യൻ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു. ഇന്ത്യയിലെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കും പേർഷ്യക്കാരുടെ പ്രോത്സാഹനം ലഭിച്ചു. അപ്പോൾ പേർഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ഉണ്ടായ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള വാണിജ്യം ഏറ്റവും കൂടുതൽ, കുറച്ചും കൂടി കൂടിയ രീതിയിൽ ആ വാണിജ്യം വർദ്ധിച്ചു. അതുപോലെ ഒരു പുതിയ ലിപിയായിട്ടുള്ള ഖരോഷ്ടി നിലവിൽ വന്നത് ഇതിന് ശേഷമാണ്. അതുപോലെ ഇന്ത്യയുടെ ശില്പകലയെ ഇവർ സ്വാധീനിച്ചു. പേർഷ്യയിലത്തെ സ്വർണ്ണ നാണയങ്ങൾ ഇന്ത്യയിൽ പ്രചരിച്ചു. അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ പണ്ഡിതന്മാർക്കും ചിന്തകന്മാർക്കൊക്കെ പേർഷ്യക്കാർ വളരെ വലിയ പ്രോത്സാഹനം തന്നെ നൽകി. ഇത്രയാണ് പേർഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് മാസിഡോണിയയുടെ ആക്രമണത്തിൻ്റെ ഫലങ്ങൾ. മാസിഡോണിയ ഇന്ത്യ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായത്? അപ്പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെയും അതുപോലെ തന്നെ പേർഷ്യയുടെയും വാണിജ്യ ബന്ധം കുറച്ചും കൂടി വർദ്ധിച്ചു എന്ന്. അതുപോലെ തന്നെ ഇവിടെ എന്താ ഉണ്ടായത്? യൂറോപ്പുമായിട്ടുള്ള വ്യാപാര ബന്ധം നമ്മുടെ കൂടുതൽ ശക്തിപ്പെട്ടു. അതുപോലെ നമ്മളുടെ വാണിജ്യപാതകൾ കരയിലും കടലിലും ഒക്കെ വികസിച്ചു. ഒരു സ്ഥലത്ത് മാത്രമല്ല, കരയിലും കടലിലൊക്കെ നമ്മുടെ വ്യാപാര പാതകൾ അഥവാ വാണിജ്യപാതകൾ വികസിച്ചു. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവ് കൂടുതൽ നമുക്ക് ലഭിച്ചു. അതായത് നമുക്കറിയാം അലക്സാണ്ടർ ആയിരുന്നു ഗ്രീക്കിലത്തെ ഭരണാധികാരി. അദ്ദേഹം കൂടുതൽ തൽപരനായിരുന്നത് ഇതുപോലെയുള്ള ചരിത്രത്തിലും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അറിവ് ലഭിച്ചു. അതുപോലെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്ത് രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിതെളിച്ചു. അതായത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ആ ഒരു
ഭരണാധികാരികൾ തമ്മിലുള്ള അനൈക്യമാണ് അലക്സാണ്ടറെ ഇന്ത്യ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഫലമായിട്ട് എന്താണ്, അവിടെയുള്ള രാഷ്ട്രീയ ഏകീകരണം, അതായത് അവരെ ഒന്നിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം ഇത് കൂടെ ഇന്ത്യയിൽ സാധ്യമായി. ഏറ്റവും അവസാനമായിട്ട് ഗ്രീക്ക് നിർമ്മാണകല ഇന്ത്യയിലും പ്രചരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? മഹാജനപദങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ വളർന്നു വന്നത്, അതുപോലെ തന്നെ അതിലത്തെ ഒരു പ്രധാനപ്പെട്ട മഹാജനപദമായിട്ടുള്ള മഗധ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശക്തിയായി മാറിയത്, അതുപോലെ തന്നെ അലക്സാണ്ടർ, എന്തിനു വേണ്ടിയിട്ടാണ് അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിച്ചത്, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പേർഷ്യക്കാരുടെ ആക്രമണത്തിൻ്റെയും അതുപോലെ തന്നെ മാസിഡോണിയയുടെ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. താങ്ക് യു.